ഹായ് എവ്രി വൺ, സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആക്ടിവിറ്റി കാർഡാണ് ഇവിടെ പരിശോധിക്കുന്നത്. 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ആക്ടിവിറ്റി കാർഡ് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ 9 ചാപ്റ്റേഴ്സ് അഥവാ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ചാപ്റ്റേഴ്സ് മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ആക്ടിവിറ്റി കാർഡ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ഏതായാലും ആക്ടിവിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അറിയാലോ, നമ്മൾ ഓരോന്നും ക്വസ്റ്റ്യൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു വർഷം മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് പിന്നെ സ്വയം ഒന്ന് ബോധ്യപ്പെടുത്താനൊക്കെ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോന്നും വീണ്ടും ക്ലാസ് എടുത്ത് പോവേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഓരോ യൂണിറ്റിലെയും സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഓരോ യൂണിറ്റിലെയും ആക്ടിവിറ്റി എന്തൊക്കെയാണ്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് വരിക എന്ന് മാത്രം നമുക്കൊന്ന് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഓടിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ മെഡിവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ എന്നുള്ള ചാപ്റ്റർ ആണ്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മളതിൽ കുറേ എംപയേഴ്സ് പഠിച്ചിട്ടുണ്ട്, റൂളേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, ആ ഓരോ റൂളേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുള്ള ഒരു ടേബിളാണ് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഈസ്റ്റേൺ റോമൻ എംപയർ, റൂളർ ജസ്റ്റീനിയൻ, കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കോഡിഫൈഡ് ലോസ്, എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അങ്ങനെയുള്ള 2 പോയിന്റ്സ് അവിടെ എഴുതി വെച്ചാൽ മതി. ഇനി ഹോളി റോമൻ എംപയർ, പ്രധാനപ്പെട്ട റൂളർ ആരായിരുന്നു? നമുക്കറിയാം, ഷാലമീൻ ആണ്. ഷാലമീൻ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, മിസ്സി ഡൊമിനിസി, റിലീഫ് ഫണ്ട്, കൗണ്ട്സ് എക്സെട്ര. ഹാറൂൻ അൽ റഷീദ് ഏത് എംപയർ ആണ്? നമുക്കറിയാം, അത് അറബ് എംപയർ ആണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് പറയുകയാണെങ്കിൽ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇനി ഇവിടെ പിന്നെ നമ്മൾ റൂളറുടെ പേരും എംപയറിന്റെ പേരും എഴുതാനുണ്ട്, കോൺട്രിബ്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കോഡിഫൈഡ് ദി ഓട്ടോമൻ ലോസ്, അതേപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് എഴുതാനുണ്ട്, അനക്സ്ഡ് യൂറോപ്യൻ റീജിയൻസ്. ഇതൊക്കെ ആരാ ചെയ്തത്? ഇത് സുലൈമാൻ എന്ന് പറയുന്ന റൂളറാണ്. ഏതാണ് എംപയർ? ഓട്ടോമൻ എംപയർ ആണ്. ഇനി മംഗോളിയൻ എംപയർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ചെങ്കിസ് ഖാൻ ആണ് ഫേമസ് റൂളർ. കോൺട്രിബ്യൂഷൻസ്, സ്മോൾ കാനൺസ്, കൊറിയർ, സ്ട്രോങ് കാവലറി. ദെൻ കങ്കൻ മൂസ ഏതാണ്? മാലി എംപയർ ആണ്. കോൺട്രിബ്യൂഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് തിംബുക്തു, ഗ്രേറ്റ് മോസ്ക്. ഓക്കെ, മറ്റൊരു ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കിയ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണോ ഈ ഒരു മെഡിവൽ പീരീഡുമായി ബന്ധപ്പെട്ട്. ഓക്കെ, എന്തൊക്കെയാ? മെനി ഓഫ് ദി മെഡിവൽ കിങ്ഡംസ് ഫോളോഡ്. ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, നോക്കുക. ഓക്കെ, നമ്മൾ കുറച്ച് സ്പീഡിൽ വായിക്കുകയാണ്, അപ്പോൾ എന്താ ചെയ്യുക, സ്ക്രീൻ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. മെനി ഓഫ് ദി മെഡിവൽ കിങ്ഡംസ് ഫോളോഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, introduced many reforms. The political characteristics of different administration was similar. Okay, then അടുത്ത ആക്ടിവിറ്റി, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്, പെസന്റ് റിവോൾട്സ് ആൻഡ് വാർ. 2 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്യൂഡലിസത്തിന്റെ ഡിക്ലൈൻ എന്തൊക്കെയാണ് കാരണങ്ങൾ, ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസേഴ്സ് എന്തൊക്കെയാ ഇവിടെ കൊടുത്ത പോയിന്റ്സ് കൂടാതെ? ഫാമീൻ, പ്ലേഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത്, ക്രൂസൈഡ്സ്, കിങ്സ് മൊണോപ്പൊളി ഓഫ് ഗൺ പൗഡർ, എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് എക്സെട്ര. ഓക്കെ, ദെൻ അടുത്ത ഒരു ആക്ടിവിറ്റി, റൈറ്റ് അബൌട്ട് ദി ക്രൈസിസ് ദാറ്റ് ഹാവ് ഒക്കേർഡ് ഇൻ സോഷ്യൽ ലൈഫ് ആസ് എ റിസൾട്ട് ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിന്റെ ഭാഗമായിട്ട് സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പിന്നെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫ്യൂഡലിസം അത് സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ്. ജനറൽ ആയിട്ടൊന്ന് നോക്കാം. The socio-political economic system existed in medieval Europe based on land was known as feudalism. Landlord divided the entire land into smaller units or portions. A lot of land taxes imposed on ordinary people resulted decrease in production or stagnation in production. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. കൂടുതൽ കൂട്ടിച്ചേർക്കാം കേട്ടോ, കുട്ടികളുടെ താല്പര്യം പോലെ കൂടുതൽ കൂട്ടിച്ചേർക്കാം. അങ്ങനെ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. ദ ഈസ്റ്റ് ആൻഡ് ദി വെസ്റ്റ് എറ ഓഫ് എക്സ്ചേഞ്ചസ്. നമ്മൾ പരിചയപ്പെട്ട 2 റൂട്ടുകളാണ്, സിൽക്ക് റൂട്ടും അതേപോലെ തന്നെ സ്പൈസ് റൂട്ടും, അല്ലെ? അപ്പൊ അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ആക്ടിവിറ്റിയാണ്. ഏറ്റവും ആദ്യം സിൽക്ക് റൂട്ട്, കോണ്ടിനെന്റ്സ് ത്രൂ വിച്ച് ട്രേഡ് റൂട്ട്സ് പാസ്ഡ്. അതായത് സിൽക്ക് റൂട്ട് ഏതൊക്കെ കോണ്ടിനെന്റ്സിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്? ആൻസർ ഏഷ്യ, യൂറോപ്പ്. ഓക്കെ, സ്പൈസ് റൂട്ട് ആണെങ്കിലോ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. ഓക്കെ, സ്പൈസ് റൂട്ട് ഏതൊക്കെയാ? ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. ഇനി സിൽക്ക് റൂട്ട് ഏതൊക്കെ കൺട്രീസിലൂടെ പോകുന്നു? ഇന്ത്യ, ചൈന, പേർഷ്യ, ഇറാഖ്, അറേബ്യ, ഇറ്റലി, ഗ്രീസ് എക്സെട്ര. ഓക്കെ,
സ്പൈസ് റൂട്ട് ആണെങ്കിലോ ഇന്ത്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, ശ്രീലങ്ക, ഇറാഖ്. ഓക്കെ, അതിലൂടെയൊക്കെ പോകുന്നു. ഇനി ടൗൺസ്, ഏതൊക്കെ ടൗൺസിലൂടെ കണക്ട് ചെയ്ത് പോകുന്നു എന്നാണ്. സിൽക്ക് റൂട്ട് ഏതൊക്കെ ടൗൺസിലൂടെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്? ബഗ്ദാദ്, ദമാസ്കസ്, ഖൈറോ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. സ്പൈസ് റൂട്ട് ആണെങ്കിലോ നമ്മുടെ കോഴിക്കോട്, അല്ലെ, കേരളത്തിൽ കോഴിക്കോട്, അതേപോലെ സൂറത്ത്, ജനോവ, വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, അങ്ങനെയുള്ള ടൗൺസിലൊക്കെ കണക്ട് ചെയ്ത് പോകുന്ന സ്പൈസ് റൂട്ടും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ദെൻ അടുത്ത ആക്ടിവിറ്റി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗിൽഡ്സ്. ഗിൽഡുകളാണ്. ഏതൊക്കെ ഗിൽഡുകളാണ് ഉള്ളത്? മെർച്ചന്റ് ഗിൽഡ്സ് ആൻഡ് ക്രാഫ്റ്റ് ഗിൽഡ്സ് നമ്മൾ പഠിച്ചതാണ്. എയിംസ് ഓഫ് ഗിൽഡ്സ് എന്തൊക്കെയാ? ടു ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ, അതേപോലെ ടു മെയിൻറ്റെയിൻ ദി മൊണോപ്പൊളി ഓഫ് ദി മാർക്കറ്റ്സ്, അറ്റൈൻമെന്റ് ഓഫ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗിൽഡ്സ് എന്തൊക്കെയാ? റെസ്പോൺസിബിലിറ്റീസ് framing labor laws, division of labor, maintaining the quality of products, determining the mode of sale, fixing of prices, determining working hours. Causes for the decline of guild system: industrialization, growth of science and technology, etc. Then medieval educationുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. മെഡിവൽ സ്കൂൾസിൽ പഠിപ്പിച്ചിരുന്ന പ്രധാന സബ്ജക്ട്സ് എന്തൊക്കെയാണ്? ഗ്രാമർ, ലാറ്റിൻ, ആസ്ട്രോണമി, അതേപോലെ ലിറ്ററേച്ചർ, ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് ലോസ് ഓഫ് നേച്ചർ. ദെൻ മെഡിവൽ യൂണിവേഴ്സിറ്റീസ്, മെഡിവൽ പീരീഡിലെ യൂണിവേഴ്സിറ്റീസിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്? ഫിലോസഫി, ലിറ്ററേച്ചർ, മെഡിസിൻ, ലാംഗ്വേജസ്, ജിയോമെട്രി ആൻഡ് ലോ. ഇനി മെഡിവൽ പീരീഡിലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗുരുകുല സിസ്റ്റത്തിൽ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സബ്ജക്ട്സ്? ലാംഗ്വേജസ്, ഗ്രാമർ, ലിറ്ററേച്ചർ, ഫിലോസഫി ആൻഡ് ആസ്ട്രോണമി. വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇനി progress in the field of trade and culture in the medieval world led to the beginning of the modern age. Do you agree with this statement? Substantiate your argument. Okay, ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ, അതായത് പിന്നെ ഈ മെഡിവൽ പീരീഡിൽ ട്രേഡിലും കൾച്ചറിലൊക്കെ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായി. അതൊക്കെ ഒരു മോഡേൺ ഏജിന്റെ സ്റ്റാർട്ടിങ്ങിന് കാരണമായോ, മോഡേൺ ഏജിലേക്ക് കിടക്കാൻ കാരണമായോ, അതിന് സഹായകരമായോ? നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ജനറൽ ആയിട്ട് അതിന് ആൻസർ ഇങ്ങനെ പറയാം: യെസ്, ഐ അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്. The Silk Route and Spice Route helps to connect East and the West during medieval period. Along with the trade, art, architecture, music, literature, science, etc. were exchanged between East and West. So, without any doubt, we can clearly say that progress in the field of trade and culture in the medieval world led to the beginning of modern age. Okay? അപ്പോൾ ഒന്ന് സ്ക്രീൻ പോസ് ചെയ്ത് ആൻസർ എഴുതിയെടുക്കുക. അങ്ങനെ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ ഇത് നമുക്കറിയാലോ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്ന fundamental rights are those rights which cannot be denied to a person at any cost. Let's write down the fundamental rights ensured by the Indian Constitution. അപ്പോൾ ഏറ്റവും ആദ്യം ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? ഒന്ന് റൈറ്റ് ടു ഇക്വാലിറ്റി, പിന്നെ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇനി ഈ ഓരോ ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. ഒന്ന് റൈറ്റ് ടു ഇക്വാലിറ്റി, ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. പിന്നെ എന്തൊക്കെയാണ് അതിൽ ഈ ഒരു റൈറ്റിൽ വരുന്നത്? എൻഷുർ ഇക്വാലിറ്റി ബിഫോർ ലോ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. 2 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ടെക്സ്റ്റിൽ കുറെ കാണാം നമുക്ക്. തൽക്കാലം ഇവിടെ 2 പോയിന്റ് എഴുതാനുള്ള സ്പേസ് ആണുള്ളത്. 2 പോയിന്റ് എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ റൈറ്റ് ടു ഫ്രീഡം ആണെങ്കിലോ 2 പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ. ഇനി റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അവിടെയും 2 പോയിന്റ് ആഡ് ചെയ്യാം. പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ, പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീങ്സ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അവിടെയും നമുക്ക് 2 പോയിന്റ് ആഡ് ചെയ്യാം. ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്. ആൻഡ് റൈറ്റ് അഗൈൻസ്റ്റ് ടാക്സേഷൻ ഫോർ പ്രൊമോട്ടിംഗ് എ പെർട്ടിക്കുലർ റിലീജിയൻ. ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അവിടെയും 2 പോയിന്റ് ആഡ് ചെയ്യാം. പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ, അതേപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റി എന്ന് പറയാം. ഓക്കെ, മൈനോറിറ്റി എന്ന് പറയാം. അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സാധനമാണെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് അവിടെയുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ദി ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് ദി മൈനോറിറ്റി. രണ്ടാമത്തെ പോയിന്റ്, റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഹാവ് ദി റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്. ഓക്കെ, ഇനി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്.
അതുമായി ബന്ധപ്പെട്ട 2 പോയിന്റ്സ് ഏതൊക്കെയാ? An individual can approach either the Supreme Court or the High Court if fundamental rights are violated. The orders issued by the respective courts for the enforcement of the fundamental rights are known as writs. റിട്ടുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗത്താണ് എന്നാണ് ചോദ്യം. പാർട്ട് 4A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് ഞാനിവിടെ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ നോക്കി എഴുതിയെടുക്കാം. ഓരോന്നും ഞാൻ വായിച്ചു പോകുന്നില്ല, സമയം ഒരുപാട് എന്താവും, നീണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻ നോക്കി എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ മറ്റോ അല്ലെങ്കിൽ പോസ് ചെയ്തോ മറ്റോ എഴുതിയെടുക്കാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ പിന്നെ സ്റ്റാർട്ടിംഗ് പേജിലോ ആദ്യത്തെ 1ാമത്തെ 2ാമത്തെ പേജിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കവർ പേജിൽ കാണാൻ പറ്റും ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അത് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇത് എഴുതിയാലും മതി. ഓക്കെ, ദെൻ 4ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മെഡീവൽ ഇന്ത്യ, കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം ഓരോ ഡൈനാസ്റ്റീസും റൂളേഴ്സും അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസും ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സൽത്തനത്ത് റൂളിന്റെ ഫീച്ചേഴ്സ് ആണ് 1ാമത്തെ കോളത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റു 2 ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റേഴ്സ് വർ സ്ട്രിക്ട്ലി പണിഷ്ഡ്, ദി വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വർ യൂണിഫൈഡ്. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. ഇനി മുഗൾ റൂൾ, പ്രധാനപ്പെട്ട റൂളർ അക്ബർ ആണ്, അദ്ദേഹത്തിന്റെ സിസ്റ്റമാണ്, അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പോളിസിയാണ് മാൻസബ്ദാരി സിസ്റ്റം. അതിന്റെ ഫീച്ചേഴ്സ് മുഗൾ മിലിറ്ററി ഓഫീസറുമായി ബന്ധപ്പെട്ട സിസ്റ്റമാണ് മാൻസബ്ദാരി സിസ്റ്റം. അതേപോലെ സത്ത് ആൻഡ് സവാർ, അതുമായി ബന്ധപ്പെട്ട 2 ടേംസ് ആണ് സത്ത് ആൻഡ് സവാർ. ഇനി രാജ ചോള, രാജേന്ദ്ര ചോള, ഇതൊക്കെ ഏത് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടതാണ്? ചോള റൂളുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം എന്താണ്? വില്ലേജ് ഓട്ടോണമിയാണ്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, എന്തൊക്കെയാ ഫീച്ചേഴ്സ്? കൗൺസിൽസ് നോൺ ആസ് ഊർ ആൻഡ് ദി സഭ, 2 കൗൺസിൽസ് ഉണ്ടായിരുന്നു, ഊർ അതേപോലെ സഭ എന്ന പേരിൽ. അതേപോലെ പെരുമക്കൾ ആൻഡ് വാരിയ പെരുമക്കൾ, ഇതൊക്കെ ഈ ഒരു ചോള റൂളുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. ഓക്കെ, ദെൻ നായങ്കര സിസ്റ്റം ഏത് റൂളുമായി ബന്ധപ്പെട്ടതാ? വിജയനഗര റൂളുമായി ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട റൂളർ ആരാ? കൃഷ്ണദേവരായ ആണ്. മറ്റു ഫീച്ചേഴ്സ് എന്തൊക്കെയാ? സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, ദേ ഫോളോഡ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ. ഓർ നായങ്കര സിസ്റ്റം എന്ന് പറയുമ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ശിവജി എന്ന് പറയുന്ന റൂളർ ഏത് അഡ്മിനിസ്ട്രേഷനാണ്? നമുക്കറിയാം മറാത്ത റൂളാണ്. മെയിൻ ഫീച്ചർ അഷ്ടപ്രധാൻ, സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ. അഷ്ടപ്രധാൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു റിഫോം ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് അഷ്ടപ്രധാൻ. പിന്നെ ഇവിടെ ഉള്ള പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ഇനി മെഡിവൽ ഡൈനാസ്റ്റീസുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ്. എന്തൊക്കെയാ? വെരി എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ വാസ് എക്സിസ്റ്റഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് മെഡിവൽ പീരിയഡ്. Many fundamental changes occurred in the administrative system of India during medieval period. The administrative system implemented by the medieval rulers influenced the later administrative systems considerably. Okay. ഇനി അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. സൊസൈറ്റി ആൻഡ് ഇക്കണോമി ഇൻ മെഡീവൽ ഇന്ത്യ. ഓക്കെ, മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റിയെ നമുക്ക് 3ആക്കി തിരിക്കാം. മിഡിൽ ക്ലാസ്, ഏതൊക്കെയാ? ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്. അതിൽ ഈ അപ്പർ ക്ലാസ്സിൽ ആരൊക്കെയാ? കിങ്സ് ആൻഡ് ലോർഡ്സ് ആണ്. മിഡിൽ ക്ലാസ്സിൽ ട്രേഡേഴ്സ് ആൻഡ് മാൻസബ്ദാർസ് ആണ്. ലോവർ ക്ലാസ്സിലെ ഫാർമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് സ്ലേവ്സ്. ഓക്കെ, ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ലൈഫ് ഓഫ് മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റി. മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി ഒരു നോട്ട് എഴുതാനാണ്. ഓക്കെ, എന്തൊക്കെയാ? മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ വർ ഫാമേഴ്സ്. When landlords lived luxuriously, the common mass had to struggle with the pathetic life. They were burdened by excessive tax. Majority of the farmers could not own land, oxen and plough. Then mention the steps taken by the medieval Indian rulers for the progress of agriculture. കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി മെഡീവൽ റൂളേഴ്സ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് എഴുതി ചേർക്കാനുള്ള പോയിന്റ്സ്. ഫിറോസ് ഷാ തുഗ്ലക് സാങ്ഷൻഡ് മണി ഇൻ അഡ്വാൻസ് ടു ദി peasants for digging wells to facilitate irrigation. Canals were constructed to carry water from Yamuna to farmlands. പിന്നെ അടുത്ത ആക്ടിവിറ്റി, ഇന്നത്തെ ഗവൺമെന്റ് കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഓക്കെ, ഇന്നത്തെ ഗവൺമെന്റുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പ്രൊവൈഡിംഗ് ഫെർട്ടിലൈസേഴ്സ്, പ്രൊവൈഡിംഗ് പെസ്റ്റിസൈഡ്സ്, പ്രൊവൈഡിംഗ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, എൻഷുറിംഗ് ഫെയർ പ്രൈസസ് ഫോർ ദി ക്രോപ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് കനാൽസ്, വെൽസ്, പോണ്ട്സ് എക്സെട്ര, പ്രൊവൈഡിംഗ് സബ്സിഡീസ് ഫോർ ഇലക്ട്രിസിറ്റി എക്സെട്ര. അങ്ങനെ പല കാര്യങ്ങളും ഇന്നത്തെ സർക്കാരുകൾ ചെയ്യുന്നുണ്ട്. 6ാമത്തെ യൂണിറ്റ്, ഇന്ത്യ ദി ലാൻഡ് ഓഫ് സിന്തസിസ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ദി ഫോളോവിംഗ് ടേബിൾ ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ് റിലേറ്റഡ് ടു സൂഫി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അനുസരിച്ച് ഈ ബോക്സ് നമ്മൾ ഫിൽ ചെയ്യുക. സൂഫി സെയിന്റിനെ വിളിച്ചിരുന്ന പേര് പിർ ഓർ ഷെയ്ഖ്. ഫോളോവേഴ്സ് ഓഫ് സൂഫി സെയിന്റ്
മുരീദ്. റെസിഡൻസ് ഓഫ് സൂഫീസ്, റെസിഡൻസ് അവരുടെ വീടുകൾ, അവരുടെ താമസ സ്ഥലങ്ങൾ സൂഫിമാരുടെ. ഖാൻഖാസ്. ഡിവോഷണൽ സോങ്സ് ഏതാ? ഖവാലീസ്. ഓക്കെ, ഇനി ഭക്തി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ഏതാനാണ്? എന്തൊക്കെയാ? ദേ ചാലഞ്ച് ദി കൺസർവേറ്റീവ് ബ്രാഹ്മണിക് ട്രഡീഷൻസ്, പ്രൊവൈഡഡ് റെപ്രസെന്റേഷൻ ടു ദി ലോവർ കാസ്റ്റ്സ് ആൻഡ് വിമൻ. വീരശൈവ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ചോദിക്കുന്നു. പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്, ഇന്റർടൈനിങ് അഡൽട്ട് മാരേജ്, ക്വസ്റ്റ്യൻഡ് ദി ഡോക്ട്രിൻ ഓഫ് റീബർത്ത്, പ്രൊപ്പഗേറ്റഡ് ദി ഐഡിയാസ് ഓഫ് ലിബർട്ടി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, അപ്ഹെൽഡ് ദി ഡിഗ്നിറ്റി ഓഫ് ലേബർ. ദെൻ ഏഴാമത്തെ യൂണിറ്റ് ഫ്രം കേരള ഫ്രം 8th to 18th century. 14 നാടുകളെ പറ്റി ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ഏതൊക്കെയാ നാടുകൾ? വേണാട്, വെമ്പലനാട്, അങ്ങനെയുള്ള നാടുകളുടെ ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടും കേരളത്തിന്റെ ഒരു മാപ്പ് ഉണ്ട് ആ ഒരു ചാപ്റ്ററിൽ, അത് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇതാ ഇവിടെ കാണാം 14 നാടുകളുടെ പേരും അത് നോക്കി എഴുതിയെടുക്കുക. ഓക്കെ, വേണാട് മുതൽ കോലാത്തുനാട് വരെയുള്ള എല്ലാ നാടുകളും ഉണ്ട്. ദെൻ അടുത്ത ആക്ടിവിറ്റി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെരുമാൾ റൂൾ. പെരുമാക്കന്മാരുടെ ഭരണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? All the 14 Nadus accepted the rule of Perumals, followed centralized rule. Mahodevaram was their capital. Perumals had representatives called Koiladhikarigal. In the matters of administration, the Perumals were assisted by Nalutali. Perumals had a militia called Airam. Perumals levied taxes from the Nadus, Nagaras, Brahmin Gramas and temples. Okay, screen pause ചെയ്ത് എഴുതിയെടുക്കുക. Then എട്ടാമത്തെ ചാപ്റ്റർ, ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി. നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുശീൽ ചന്ദ്രയാണ്. സുശീൽ ചന്ദ്ര. ഓക്കെ, അതേപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വിച്ച് ആർ ദി ഇമ്പോർട്ടന്റ് ഇലക്ഷൻസ് കണ്ടക്റ്റഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ? ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇലക്ഷൻ ഏതൊക്കെയാ? Election to the offices of the President, Vice President, Rajya Sabha, Lok Sabha and State Legislative Assemblies, etc. ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇലക്ഷൻസ്. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? പ്രിപ്പയർ വോട്ടേഴ്സ് ലിസ്റ്റ്, അലോട്ട് ഇലക്ഷൻ സിംബൽസ്, ഫ്രെയിം കോഡ് ഓഫ് കണ്ടക്ട്. ദെൻ ഇലക്ഷൻ കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് റിഫോംസ് ഏതൊക്കെയാണ്? Published voters list with the photo of the electors. Negative voting system has been introduced, included the photo of candidates on ballot paper. Then നമുക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് എന്തുണ്ട്? ഹൗ ഡസ് ദീസ് റിഫോംസ് സോൾവ് ദി ലിമിറ്റേഷൻസ് ഇൻ ഇലക്ഷൻ? റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ. അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ള റിഫോംസ് പിന്നെ എത്രത്തോളം പരിഹരിക്കുന്നുണ്ട്, സോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഒപ്പീനിയൻ എഴുതാനാ. നമുക്ക് എന്തൊക്കെ പറയാം? ഇഫ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കാൻഡിഡേറ്റ്സ്, സ്റ്റിൽ വി ക്യാൻ കാസ്റ്റ് അവർ വോട്ട് ടു നോട്ട. അതായത് നമുക്ക് ആരെയും ഒരു സ്ഥാനാർത്ഥിയെ ഇഷ്ടമില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നോട്ട എന്ന് പറയുന്ന ബട്ടണിൽ വോട്ട് രേഖപ്പെടുത്താം. നൺ ഓഫ് ദി അബോവ് എന്നുള്ള രീതിയിൽ. സോ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫോട്ടോ ID card can identify the candidates easily and therefore prevent illegal votes. We can control booth capturing and bogus voting, can control the candidates and the political parties on spending large amount of money for election. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ റിഫോംസ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി 9ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ്, ടുവേർഡ്സ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഓക്കെ, വാട്ട് ആർ ദി പ്രോബ്ലംസ് ഓഫ് ഇൻടോക്സിക്കൻസ്? ഇൻടോക്സിക്കൻസ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത്? അതേപോലെ ഹൗ ഡസ് വൺ ബിക്കം അഡിക്റ്റഡ് ടു ഇൻടോക്സിക്കൻസ്? നമ്മൾ എങ്ങനെയാണ് ലഹരിക്ക് അടിമകളായി മാറുന്നത്? ദോസ് ഹു ബിലീവ് ദാറ്റ് ദി യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ് സച്ച് ആസ് ടുബാക്കോ, ലിക്കോർ, കൊക്കൈൻ എക്സെട്ര ക്യാൻ ബി കൺട്രോൾഡ് മേ yield to them gradually, then they become addicts to them. The use of intoxicants causes health problems in individuals, family problems, social avoidance, mental disorder, etc. It also leads to increased crime, suicidal tendencies, accidental deaths, etc. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത they are called juvenile offenders. What causes children to become offenders at an early age? അതായത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ തെറ്റുകളിലേക്ക് പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മിസ്യൂസ് ഓഫ് മീഡിയ, അതേപോലെ ഡിഫക്ട്സ് ഇൻ ഫാമിലി റിലേഷൻസ്, യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ്, മിസ്യൂസ് ഓഫ് മീഡിയ, അവിടെ ഉണ്ട് ഡിറ്റീരിയോറേഷൻ ഓഫ് സോഷ്യൽ വാല്യൂസ് എക്സെട്ര. ഇതൊക്കെയാണ് കാരണങ്ങൾ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യതാണ്, what can you do as a student to raise awareness on juvenile crime among children?
ഓക്കെ, അതായത് കുട്ടികളിലുള്ള ഈ ഒരു കുറ്റകൃത്യങ്ങൾ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റി അതിനെപ്പറ്റി ഒരു അവയർനെസ് നൽകാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, നമ്മുടെ സൗഹൃദത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിലുള്ള ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എൻകറേജ് ഫ്രണ്ട്സ് ടു ജോയിൻ ഇൻ സ്കൂൾ ക്ലബ്സ് ആൻഡ് എൻഗേജ് ഇൻ ഇറ്റ്സ് ആക്ടിവിറ്റീസ്. സ്കൂൾ ക്ലബ്ബുകളിലും അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ കൂട്ടുകാരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കുക. ഇഫ് യു നോട്ടീസ് എനി ബിഹേവിയറൽ ചേഞ്ച് ഇൻ യുവർ ഫ്രണ്ട്സ്, ഇൻഫോം ദി ടീച്ചർ. Try to understand the family situations, personal problems of your friends. Promote the good deeds among your friends. Try to make a strong bond with your teacher to share any problem. Okay, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മുടെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ എല്ലാ ആക്ടിവിറ്റി കാർഡും നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് സോഷ്യൽ സയൻസ് സെക്കൻഡ് ആണ്, പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. എനിവേ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.